എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ശക്തി കേട്ടിരിക്കുന്നു, അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ വ്യക്തിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതിൻ്റെ സൂചനയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയിലുണ്ടായ ചില നിങ്ങൾക്കെതിരായ മനോഭാവങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. കുറച്ച് നാളായി നിങ്ങളത് മനോവിഷമത്തിന് ഇരയാക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ വ്യക്തി പരിപൂർണമായി നിങ്ങൾക്ക് ലഭിക്കാനാണ്. പക്ഷേ അവിടെ തടസ്സങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ചില ആളുകളുടെ പെരുമാറ്റങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടും നിങ്ങളുടെ മനസ്സിൽ അത് ദുഃഖമായി ഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ ദുഃഖങ്ങൾ, ഈ പ്രതിസന്ധികൾ, ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരുപാട് നാളായി അലോസരപ്പെടുത്തുകയാണ്, ദുഃഖിപ്പിക്കുകയാണ്. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് ചെറിയൊരാളല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നിലപാടുകൾ നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടും അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. എപ്പോഴായിരിക്കും ആ വ്യക്തി എനിക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുന്നത്? എപ്പോഴായിരിക്കും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്നോട് താല്പര്യമുള്ളൊരു രീതി ഉണ്ടാകുക എന്നുള്ള സംശയങ്ങൾ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ആ കാര്യത്തിന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമായി അത് ഭവിക്കുകയും ചെയ്തു. എങ്ങനെ ആ വ്യക്തിയുടെ മനസ്സ് മാറും? നിങ്ങൾ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു. കാരണം ആ വ്യക്തി നിങ്ങളോടുള്ള സമീപനത്തിൽ അസൂയുള്ളവരുണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആ വ്യക്തി നിങ്ങളെ അംഗീകരിക്കുന്നതും ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതും ആ വ്യക്തിയുടെ അനിഷ്ടത്തിന് ഒരു കാരണമായി ഭവിച്ചിട്ടുണ്ട്. ഏതായാലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഉണ്ടായ ഒരു വെറുപ്പ്, ആ ഒരു അനിഷ്ടം, ഒരുപക്ഷെ അതൊരു തെറ്റിദ്ധാരണയാകാം, താൽക്കാലികമായിരുന്നിരിക്കാം. കാരണം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് ആ വ്യക്തിക്കുണ്ടായ മാറ്റം നിങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. എങ്ങനെയായിരുന്നാലും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടായ ആ ബുദ്ധിമുട്ടുകൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടായ പ്രതിസന്ധികൾ, അതെല്ലാം മാറാൻ നിങ്ങൾ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു. കാരണം നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ആ കാര്യം മാത്രം. കാരണം ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം വലിയൊരു വ്യക്തിയാണ്. മറ്റാരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലോ മറ്റാരും നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ ആ വ്യക്തി നിങ്ങളത്രത്തോളം മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും ഒരു മോശം പെരുമാറ്റമോ മോശം അഭിപ്രായമോ മോശം ഇടപെടലുകളോ ഉണ്ടായാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. മറ്റാരെങ്കിലും എന്തെങ്കിലും കാണിച്ചാലോ എന്തെങ്കിലും പ്രവർത്തിച്ചാലോ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് എന്നെന്നും അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വിഷമമായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയാത്ത ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ദുഃഖിപ്പിക്കുന്ന ഒരു ഘടകം. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടിരിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിച്ചപ്പോഴും അത് പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള ആളുകൾ ആ വ്യക്തിയായിട്ട് സംസാരിപ്പിച്ചു. അവിടെയും നടന്നില്ല. വാതിലുകളെല്ലാം അടഞ്ഞു കിടന്നൊരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറുകയാണ്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള ഇഷ്ടം, ആ വ്യക്തിയോടുള്ള സ്നേഹം ഒക്കെ വല്ലാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരികയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും
തരണം ചെയ്തുകൊണ്ടും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. തീരുമാനം ഉണ്ടാകേണ്ടിയിരുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ്. അതിന് പലകുറി നിങ്ങൾ പലരെയും സമീപിച്ചു. എൻ്റെ വ്യക്തിയുടെ മനസ്സ് മാറുന്നു. അതിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മനഃപൂർവ്വം മാറ്റിയ ആളുകളുണ്ടായിരുന്നു, നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആര് സംസാരിച്ചിട്ടും കാര്യങ്ങൾ കൃത്യമായില്ല. ആ വ്യക്തി മറ്റേതോ വിരുദ്ധ ദർശനത്തിൽ പോവുകയായിരുന്നു, വിരുദ്ധ മനോഭാവത്തിൽ പോവുകയായിരുന്നു. നിങ്ങളെ ഉൾക്കൊള്ളാനോ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുവാനോ തയ്യാറാകാതെ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ നശിച്ചു. ഇനി ഒരിക്കലും ആ വ്യക്തിയെ പറഞ്ഞ് നേരെയാക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൽ പോയപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ ഏത് സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ അതിൻ്റെ ഫലം കണ്ടതെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ആ പ്രാർത്ഥനകൾ ഫലം കണ്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തരംഗം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി കുറ്റബോധമുണ്ട്. തനിക്ക് തെറ്റുപറ്റി എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്നത്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടും സ്വയം എൻ്റെ വ്യക്തിയെ തെറ്റിദ്ധരിച്ചും ധരിപ്പിച്ചും ഞാൻ എൻ്റെ വ്യക്തിയെ വിഷമിപ്പിച്ചു എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അതൊരു കുറ്റബോധമായിട്ട് മാറുകയാണ്. ഇനി നിങ്ങൾക്ക് പിറകെ ആ വ്യക്തി വരും. നിങ്ങൾക്ക് പിറകെ വന്ന് ആ വ്യക്തി കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ വേദനകളെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യം സംഭവിക്കുന്നു. നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഇതുവരെ വിഷമിച്ചിരുന്നത് അതൊരു വലിയ ദുഃഖമായിരുന്നു. നിങ്ങൾക്ക് ലോകത്ത് മറ്റൊരു കാര്യത്തിനും ഇത്രയും ദുഃഖം ഉണ്ടായിരുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ അവകാശമായിട്ട് നിങ്ങൾ കാണുന്നു. അങ്ങനെ അവകാശമായി നിങ്ങൾ കണ്ട ഒരു വസ്തുത നിങ്ങൾക്ക് അനുകൂലമല്ലാതെ മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സ്വാഭാവികം ഉണ്ടാകേക്കാവുന്ന ഒരു വിഷമമാണ് ഇപ്പോഴുണ്ടായത്. അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടും എന്നുള്ളത് നിങ്ങൾക്കൊരു ആശയവും ഉണ്ടായിരുന്നില്ല, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ശക്തി കേട്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്നും നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു വിജയമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അല്ലാതെ മറ്റൊന്നല്ല. ആ ഒരു വിജയം നിങ്ങളെ തീർച്ചയായും ഒരു ശക്തിയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പ്രതികൂല സാഹചര്യവും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാകും. കാരണം ആ വ്യക്തിയുടെ മനസ്സ് ആ ശക്തിയിൽ മുമ്പിൽ നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയാൽ മാറിയിരിക്കുന്നു. ആ മാറ്റം നിങ്ങൾക്കിപ്പോൾ കാണാം. ആ മാറ്റം നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും നാളത്തെ ദുഃഖം മാറി നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു സൂചന കാണാൻ കഴിയും. അത് നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. കാരണം ആ വ്യക്തി അവഗണിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ ശക്തി നൽകിയതാണ്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.